ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ഇന്ന് ഈസ്റ്റർ ആണ്. അതിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നന്നാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ 11:30-ക്കാണ്, വൈകുന്നേരം 11:30-ക്കാണ് കേട്ടോ ഈസ്റ്ററിന് ഞങ്ങളുടെ ചർച്ചിലെ പരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് മക്കളുടെ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു നെറ്റിൻ്റെ ഫ്രോക്കാണ്. അത് ലെമൺ ഒരു ഗ്രീൻ എന്ന് പറയാം. ഈ കളർ എത്രത്തോളം ഈ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് അറിയുമെന്ന് എനിക്കറിയില്ല. നല്ലൊരു കളറാണ് കേട്ടോ. എപ്പോഴും ഒരു സെയിം ഡ്രസ്സാണ് വീട്ടിലിടുന്നതും പുറത്തേക്ക് ഇടുന്നതൊക്കെ. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരുപോലെ ഇടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചല്ലോ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ചെറിയ മൂത്ത മോളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അവൾ ഈസ്റ്ററിന് എന്തെങ്കിലും കാർഡുകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവളുടെ അങ്കിളുടെ മക്കൾക്കും അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കാർഡ് ഉണ്ടാക്കണം, ഈസ്റ്റർ കാർഡ്. അപ്പോൾ അവളത് കുറച്ചൊക്കെ ഉണ്ടാക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ചെറിയ മോളാണെങ്കിൽ ഇവിടെ ദേ ബുക്സൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ആൾ ഇവിടെ ദേ പെപ്പാപ്പിക്കിൻ്റെ ബുക്ക് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. എന്നിട്ട് പറയാനുള്ള എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തുറക്കാം കേട്ടോ. ഫസ്റ്റ് പേജ് ഇതാണ്. ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും എല്ലാത്തിനും. അപ്പം എല്ലാവർക്കും ഇഷ്ടാവും. കണ്ടോ, ഇതിൽ എത്ര പേജ് ഉണ്ട്? 5-6 പേജ് ഉണ്ട് ഇതിൽ. എല്ലാ പേജിലും ഒരേ സ്റ്റോറീസ് ഉണ്ട്. കുഞ്ഞേ സ്റ്റോറി, അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും. അപ്പം അതെ, ഈ പേജ് എടുക്കുകയാണെങ്കിൽ മോളൊന്ന് കാണിച്ചു കൊടുത്തത് എന്നിട്ട് ചെയ്യുക. ഈ ബോക്സ് തുറക്കുക. ഇതിലാരൊക്കെ ഇല്ലാത്ത അവരുടെയൊക്കെ പടം നമ്മൾ ഈ മാഗ്നറ്റ് ഒട്ടിക്കണം അല്ലേ? കണ്ടൊരു കാന്തം എന്ന് പറയില്ല, ആ സംഭവമാണ്. ഈ ബുക്ക് കാന്തത്തിൻ്റെ പേജാണ്. ആ പറഞ്ഞ പടങ്ങളിലൊക്കെ ഈ കാന്തം ഉണ്ട്. അപ്പോൾ ഈ കണ്ടത് ഈ പിക്ചേഴ്സുമൊക്കെ കാന്തം. അപ്പോൾ ഇതിങ്ങനെ വെച്ചത് ഒട്ടിപ്പിടിക്കും. കണ്ട, ടീച്ചറും പപ്പയും കൂടി വരും. ഇവരൊക്കെ ഫുൾ ടൈം ഇതുമ്മയാണ്, ഏത് നേരം ഇപ്പം ഇതുമ്മയാണ്. ഇത് വെച്ചിട്ട് കഥകൾ ഉണ്ടാക്കലാണ് പണി. അപ്പോൾ പുറത്ത് നല്ല സൂപ്പർ മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈസ്റ്റർ എന്താവുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം ഭയങ്കര ഇരുട്ടാണ് പുറത്തൊക്കെ. അപ്പോൾ ഇനി ഈസ്റ്ററിൻ്റെ ഓരോ പരിപാടികളൊക്കെ ഞങ്ങളുടെ അവിടെ ഉണ്ടാവാറുണ്ട്, നല്ല രസമായിട്ടൊക്കെ ഒരുക്കാറുണ്ട്. പക്ഷെ ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് പുറത്തൊക്കെ എന്താവുമെന്ന് അറിയില്ല. മഴ അപ്പോഴേക്കും പോകും നമുക്ക് വിചാരിക്കാം. നിങ്ങൾക്ക് മഴയുടെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ട വെള്ളം. ഓ താങ്ക് യു. അപ്പോൾ ഇതാണ് ഈസ്റ്ററിന് ഞാൻ എടുക്കാൻ പോണ സാരിറ്റാ. ഇത് ഒരു നല്ല റോസ് കളറും ഒരു ലൈറ്റ് വയലറ്റ് കളറാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിൻ്റെ സാരിയാണ് കേട്ടോ ഇതെടുക്കണം. പക്ഷെ ഇത് കളർ കറക്റ്റൊന്നും ഇതിൽ മനസ്സിലാവണില്ല. അപ്പോൾ ഈ സാരിയാണ് എടുക്കാൻ പോകണം. എന്തായാലും സാധാരണ വൈറ്റൊക്കെ നമുക്ക് ഇടാം, ഇഷ്ടമുള്ളത് ഇടാം. ഞാൻ എന്തായാലും സാരി എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി. അപ്പോൾ എന്തായാലും ഇത് എടുക്കാം. ഫ്ലവറിൻ്റെ പടം അല്ലേ, കുറേ നാളായില്ലേ. പിങ്ക് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിനി പള്ളിയിൽ പോവാം. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ കുറച്ച് ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഉയർപ്പിൻ്റെ, അത് ഈസ്റ്ററിൻ്റെ ഒരു ടാബ്ലോ പോലെ ഒരു സംഭവം അവർ സ്റ്റേജിൽ കാണിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വീഡിയോസ് കാണാം. കണ്ട പുക ഉണ്ടാകും. നോക്കി നോക്കിയാൽ നമുക്ക് കാണുന്നില്ലാണ്ട് നമുക്ക് ഉള്ളിലിരിക്കുന്ന പോലെ വന്നു കണ്ടേശ. ഡാൻസ് കളിക്കുന്നു. ഞാൻ ഇവിടെ കൂടെ ഇടയിൽ കൂടെ നോക്കിയ ആൾക്കാർ തലയുടെ കൂടെ കണ്ട. അപ്പോൾ ഇതിന് ശേഷം ഏഞ്ചൽസിൻ്റെ ഒരു ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് ഒക്കെയോളം ഉള്ളൊരു പ്രോഗ്രാമായിരുന്നു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഒരുക്കിയത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏതാണ്ട് ഒരു 2 മണി കഴിഞ്ഞു കേട്ടോ, പുലർച്ചെ 2 മണി. അതിനുശേഷം ഈസ്റ്റർ എഗ്ഗ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ ഇങ്ങനെ എഗ്ഗ് പുഴുങ്ങിയത് കൊടുക്കും, എല്ലാവർക്കും അങ്ങനെ കൊടുക്കും, അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ അതൊക്കെ കിട്ടി ഞങ്ങൾ പോകുന്നു. മക്കളൊക്കെ നല്ല ഉറക്കമായി. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെയാണ് ഞങ്ങൾ ഈസ്റ്ററിൻ്റെ ഭക്ഷണവും പരിപാടികളൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് മുൻപായിട്ട് ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പണികൾ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പണി തുടങ്ങിയാൽ പിന്നെ കുറച്ച് ടൈം എടുക്കുന്ന പണികളാണ്. കാരണം നോൺ വെജാണ് വെക്കുന്നത്. ഞാൻ കുക്കിങ്ങിൻ്റെ പ്രോസസ്സൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം തൃശ്ശൂർ സ്റ്റൈലിലുള്ള കറികൾ, ചിക്കൻ, ബീഫ്, മീൻ കറി ഇതൊക്കെയാണ്. അത് റെസിപ്പി ഒന്നായിട്ട് ഇപ്പോൾ കാണിക്കേണ്ട കാര്യമില്ല, കുറേ പേര് ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ എന്തായാലും വേഗം തന്നെ ഞങ്ങളൊക്കെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ സിനിമ കാണലോ അതൊക്കെ പരിപാടി. ഞങ്ങൾ ഭക്ഷണം വെക്കില്ല. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. ഡീപ്പ് ക്ലീനൊന്നും ചെയ്യണില്ല. ഞാൻ ബാക്കിയൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിയട്ടെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. കറികൾ ഓരോന്ന് റെഡി ആവണത് ഡൈനിങ് ടേബിളിൽ കൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ പാത്രത്തിൽ വെക്കണേ. ഇനി കഴിക്കുന്ന സമയത്ത് അതൊക്കെ വേറെ ബൗളിലേക്ക് ആക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അത് കറികളൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ പതിവ് പോലെ തന്നെ ബീഫ് കായിട്ടത്, അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റ്, മീൻ കറി, പിന്നെ ബീഫിൻ്റെ ലിവർ വെച്ചിട്ടൊരു സംഭവം ഇങ്ങനെ വരട്ടി എടുത്തിട്ടൊരു സംഭവമാണ് വേറെ പ്ലേറ്റ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കറികൾ. ഞങ്ങൾ ഉരുളിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലത് വേറെ ടൈപ്പ് പാത്രങ്ങൾ. അപ്പോൾ അതൊക്കെ അതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ബൗളിലേക്ക് ഇപ്പോൾ മാറ്റണില്ല. അപ്പോൾ അതിൽ തന്നെ എടുക്കുമ്പോഴാണ്, അതിൽ തന്നെ വെച്ചിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരാം. അപ്പോൾ എന്തായാലും ഇനി ഉച്ചയാകുമ്പോഴേക്കും നമുക്കതൊക്കെ നോക്കാം. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു ഏതാണ്ടൊരു. അപ്പം ഇനി എനിക്കുള്ള പണി എന്ന് പറയുന്നതൊന്ന് വേഗം തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. 3/4 മണിക്കൂർ അടിച്ച് വാരിയും തുടച്ചിടണം. ഡീപ്പ് ക്ലീനൊക്കെ ഞാൻ നേരത്തെ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. കാരണം എനിക്ക് നല്ല പണി ഉണ്ടായിരുന്നു, തിരക്കും. അപ്പോൾ ക്ലീൻ ചെയ്യാൻ എനിക്ക് അത് ആ ടൈം ഞാൻ അതിനാണ് യൂസ് ചെയ്തത്. ഇങ്ങനെ ഞാൻ സാധാരണ അങ്ങനെയാണ് ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ നേരത്തെ കൂട്ടി 2 ദിവസം 3 ദിവസമൊക്കെ എടുത്ത് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ആ ദിവസം ഒന്ന് അടിച്ച് വാരി തുടച്ചിടും. അപ്പോൾ ഇനി വേഗം തന്നെ സിറ്റ് ഔട്ടാണ് കേട്ടോ. കുറേ പേര് സിറ്റ് ഔട്ട് കാണിക്കാറില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തത്. ഞാൻ മറന്നു പോകണത് സത്യം പറഞ്ഞാൽ അത് ആഡ് ചെയ്യാൻ. പുറത്തെ കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് വീഡിയോയിൽ ഇടാറില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇട്ടത് ഇതിൽ ഒഴിച്ചത് ഓറഞ്ചിൻ്റെ എസെൻഷ്യൽ ഓയിലാട്ടോ. അപ്പോൾ ഓറഞ്ചിൻ്റെ നല്ലൊരു സ്മെല്ലുള്ളൊരു ഓയിലാണത്. അപ്പോൾ ഇവിടെ ഒരു ചവിട്ടി ഇടാറുണ്ട്. ആ ചവിട്ടി ഇപ്പോൾ അവിടെ ഇട്ടിട്ടില്ല. അതിൻ്റെ തുടച്ച് നന്നായി ഉണങ്ങിയ ശേഷം ആ ചവിട്ടി വലിയൊരു കാർപ്പറ്റ് പോലെ അതവിടെ ഇടും. അപ്പോൾ ഫുൾ തുടച്ച ശേഷം അതവിടെ ഇടും. അപ്പോൾ പൊടി അധികം ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് കസാരകളും പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഇട്ടിട്ട് പുറത്തിരിക്കാൻ വേണ്ടിയിട്ട്, ചായ കുടിക്കാനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഇരിക്കാറ്. പക്ഷേ ഈ ഏരിയ സത്യം പറഞ്ഞാൽ അധികം അങ്ങനെ കാണിക്കാറില്ല വീഡിയോസിൽ, അതുകൊണ്ട് നിങ്ങൾ കാണാറില്ല എന്നുള്ളത്. പക്ഷേ ഇതും ഡെയിലി ക്ലീനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഏരിയ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് അടുത്തതായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് റൂമുകൾ ഓരോന്നുമാണ്. അപ്പോൾ മക്കളെ കൊണ്ട് ഞാൻ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും എടുക്കുന്നതൊക്കെ എടുത്ത് വെപ്പിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അവരുള്ള കാരണം പിന്നെ അങ്ങനത്തെ പണികളിൽ അവരുടെ ഹെൽപ്പ് എടുക്കുകയാണ്. അതിനുശേഷം റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ജസ്റ്റ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കണതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഡ്രസ്സുകൾ തലേദിവസത്തൊക്കെ മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ ജസ്റ്റ് മടക്കി വെച്ചു. ഇതൊക്കെയാണ് മെയിൻ പണി ആ റൂമിലുണ്ടായിരുന്നത്. പിന്നെ അടിച്ച് വാരി ഒന്ന് തുടച്ചിട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഡെയിലി ബേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണി കുറവായിരിക്കും. പക്ഷേ എനിക്ക് പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം തിരക്ക് വന്നപ്പോൾ നന്നായി പണി ഉണ്ടായിരുന്നു. ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല, അതൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പം ഇനി മോൾ അവിടെ ഇരുന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ചെയ്യണം, ഞാൻ മരക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കി തുടങ്ങിയതാണ്. അവൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലേ കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് ഇനി അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ബാക്കി എൻ്റെ അവിടുത്തെ ലിവിങ് ഹാള്, ഡൈനിങ് റൂം ഇത് രണ്ടും കൂടി ഇനി വേഗം തന്നെ അടിച്ച് വാരി ഫുൾ തുടച്ചിടണം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി റൂമുകളും കൂടി ക്ലീൻ ചെയ്തിടണം. അപ്പോൾ ഇതാണ് മെയിൻ പണി ഇന്നത്തെ. ഇത് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ വേറെ വലിയ പ്രത്യേകിച്ച് പണിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടേബിൾ വൈപ്പ് ചെയ്തിടാൻ മറന്നുപോയി, ഡൈനിങ് ടേബിളും ഈ ചെറിയ ടേബിൾ. അപ്പോൾ മോളത് ചെയ്ത് തരുന്നുണ്ട്. അമ്മ കഴിഞ്ഞ വരെ കച്ചറയിലിടാൻ നിൽക്കണ ആളല്ല, അവിടുത്തെ ക്ലീനിങ് ആണ് പരിപാടി. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞു. ഇനി വേഗം തന്നെ ഫുൾ അവിടെ തുടച്ചിടാണ്. അപ്പോൾ മോപ്പ് ഹെഡ് ഞാനൊന്ന് മാറ്റി. സിറ്റ് ഔട്ടിൽ കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതന്നെ ഞാൻ അകത്തേക്ക് എടുത്തിട്ടില്ല. ഇത് പുതിയത് ഞാൻ മാറ്റി, പുതിയതാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ള് തുടച്ചെടുക്കുകയാണ്. പിന്നെ മക്കളുടെ റൂമിലാണ് അവരുടെ ഡ്രസ്സുകളും കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. മാത്രമല്ല അവിടെ നിന്ന് അടിച്ചു വാരി തുടയ്ക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അവളവിടെ റൂമിലെ ടോയ്സൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെന്നപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ പണി വേഗത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ആ റൂം കൂടി തുടച്ചു. പിന്നെ വേറെ റൂം കൂടി ഉണ്ട്, അതുകൂടി തുടച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടി റൂമുകളുടെ ഫുൾ കഴിഞ്ഞു. ലാസ്റ്റ് ഒരു കിച്ചണുള്ളത്, അത് ഞാൻ കയറിയിട്ടില്ല. പണികൾ കഴിഞ്ഞപ്പോൾ അവിടെ ഇട്ടിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ ഒതുക്കിയിട്ടൊന്നും മൈൻഡ് ഇതായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ കുറേ അലങ്കോലായിട്ടൊക്കെ എടുക്കണേ. അപ്പോൾ അത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം ഫുൾ കഴിഞ്ഞു, രണ്ടാമത്തെ പടം വരയ്ക്കാൻ ഇന്നലെ പറ്റിയില്ല വൈകുന്നേരം ഫുൾ ചെയ്ത് തീർക്കാൻ.
ചെയ്തോട്ടാ. അമ്മയുടെ ക്ലീനിങ് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ ബെഡ്ഷീറ്റ് റോസാപ്പൂവിൻ്റെ ഒരു കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റാണ്. ലിവിംഗ് ഹോളിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. മുമ്പത്തെ പോലെ തന്നെ കുഷ്യൻ കവർ ആ സെയിം ഒക്കെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഡൈനിങ് ടേബിൾ ആണെങ്കിൽ ഫുഡും ഐറ്റംസൊക്കെ അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ ഞാൻ അടുത്ത് മാറ്റിയിട്ടില്ല. ബാക്കി ടേബിളൊക്കെ ജസ്റ്റ് തുടച്ചിട്ടു. മക്കളുടെ റൂം ഈ പറഞ്ഞ പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോക്സുകൾ ഞാൻ എപ്പോഴും മാറ്റില്ല. ഒന്നരടം വെച്ചിട്ട് ബോക്സ് മാറ്റിയിട്ട് അടിച്ച് വാരി തുടച്ചിടുള്ളൂ. എന്നും ആ ബോക്സ് മാറ്റി അടിക്കാറില്ല. ചിലർ ചോദിക്കാറുണ്ട്. ഇനി കിച്ചണിലേക്ക് പോകാം. കിച്ചൺ ആകെ ഒരു ഇതായിട്ട് കിടക്കണം. കാരണം ഇത്രയധികം പണികൾ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആകെ വൃത്തിയിടും. അപ്പോൾ വേഗം തന്നെ ആദ്യം പാത്രങ്ങൾ കഴുകി വയ്ക്കണം. ഫുള്ളും കുറേയൊക്കെ അപ്പോൾ കഴുകി. എന്നാലും ഈ സിങ്കിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയും എപ്പോഴും, അതിലൊരിക്കലും അവസാനിക്കില്ല. നിധി പോലെയാണ്. ഇങ്ങനെ കൂടിയിരിക്കും പാത്രം. എപ്പോൾ നോക്കിയാലും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ്, പക്ഷെ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റൗവും കൂടി ഒന്ന് നന്നായിട്ട് ബേക്കിംഗ് സോഡയും ലിക്വിഡ് സോപ്പും കൂടി ഇട്ടിട്ട് അത് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് അത് മഴക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേഗം തന്നെ അതും കൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പിലുള്ള ഐറ്റംസിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ സ്ലാബ് നന്നായി തുടച്ചിടണം. ഞാൻ അടിച്ചു വാരിയിട്ട് ആദ്യം തന്നെ, കാരണം അവിടെ കുറേ വെജിറ്റബിളിൻ്റെ ഒക്കെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇനി കൗണ്ടർ ടോപ്പ് ഫുള്ള് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. കൗണ്ടർ ടോപ്പ് വൈപ്പ് ചെയ്ത ശേഷം ലാസ്റ്റ് ഞാൻ അവിടെ ഫുള്ള് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. നിലത്തേക്ക് തിരി വെള്ളം വേസ്റ്റ് ആക്കാതെ സൂക്ഷിക്കാട്ടോ, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം കെയർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതേ ഫുള്ള് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അതേ കിച്ചണും കൂടി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫുള്ള് പണികൾ ചെയ്യാൻ ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു ക്ലീനിങ് കേട്ടോ. കാരണം കിച്ചണിൽ കുറച്ചധികം സമയം വന്നാലും സമാധാനമാണ് ശരിക്കും പറഞ്ഞാൽ. ഫുൾ പണി കഴിഞ്ഞല്ലോ. അയ്യോ ഈ സ്ട്രഗ് പിന്നെ ആരുടെ നിൻ്റെയോ? ഓക്കെ. ആരുടെ കല്യാണത്തിന് പോയിട്ട്? അമ്മയുടെ കല്യാണം. സിനിമയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 12 മണിയായി. ഇനി ഇത് കഴിഞ്ഞ് 1 മണിക്ക് ഫുഡ് കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് ഉച്ച വരെയുള്ള ഒരു വ്ളോഗാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചിലരൊക്കെ ചോദിച്ചിരുന്നു ഈസ്റ്റർ വ്ളോഗ്, അതുകൊണ്ടാട്ടാ പോസ്റ്റ് ചെയ്തത്. പിന്നെ നിങ്ങൾ അയച്ചെന്ന കുറേ പിക്ചേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മെയിൽ ചാലഞ്ച് നമ്മൾ മൺഡേ തൊട്ട് തുടരുന്നതായിരിക്കും. അപ്പോൾ ആ പിക്ചേഴ്സ് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ പിക്ചേഴ്സ് കൂടി കണ്ടതിന് ശേഷം നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കാം. അപ്പോൾ അതിനെ നമുക്ക് പിക്ചേഴ്സ് നോക്കാം. അപ്പോൾ ഈ പിക്ചർ നമുക്കായിട്ട് അയച്ചു തന്നിരിക്കുന്നത് ഷെഫീലിയാണ്. ഷെഫ് 1 എന്നാണ് മോൻ്റെ പേര്. നല്ല ഭംഗിയായി. അടുത്ത ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് സജന സജുവിൻ്റെ മക്കളാണ്. 3 പിക്ചേഴ്സാണ് അയച്ചു തന്നിരിക്കുന്നത്. അടുത്ത പിക്ചർ അയച്ചിരിക്കുന്നത് മിനി സന്തോഷിൻ്റെ മോള് അനന്യ സന്തോഷാണ്. അടുത്ത പിക്ചർ അയച്ചിരിക്കുന്നത് അൽഹാനാണ്. നമ്മുടെ ക്രാഫ്റ്റ് കണ്ടിട്ട് ഇഷ്ടമായിട്ട്. അടുത്ത പിക്ചർ അയച്ചിരിക്കുന്നത് സൽമാൻ ഫാരിസ് ആണ്. കുറേ പിക്ചേഴ്സ് അയച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ 2-3 സെലക്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനിയൊരു വീഡിയോയിൽ ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ ഫുൾ പിക്ചേഴ്സ് ഇടാൻ. അടുത്ത പിക്ചേഴ്സ് അയച്ചിരിക്കുന്നത് നീതു ഷിനീഷാണ്. 2-3 പിക്ചേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറ്റുന്നത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ അയച്ചു തന്നിരിക്കുന്നത് റിനീത ഷെഫിയാണ്. നമ്മുടെ ക്രാഫ്റ്റ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട്. അടുത്തതായിട്ട് MSM ഹാപ്പി മോം എന്ന് പറഞ്ഞ ചാനലിൽ അവരുടെ മോളാണ് അയച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ക്രാഫ്റ്റ്. അപ്പോൾ ആ പിക്ചേഴ്സും കൂടി ആഡ് ചെയ്യാണ്. ലാസ്റ്റായിട്ട് സിൽഡ ജോൺ എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറുടെ മോള് ചെയ്തതിൻ്റെ പിക്ചേഴ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പിക്ചേഴ്സ്. ഞാൻ മാക്സിമം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ക്രാഫ്റ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകമായിട്ട് പറയുന്നു. ഇനി ആരുടെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി മെയിലൊന്ന് എനിക്ക് സെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും നിങ്ങളോട് എല്ലാവരോടും ബൈ ബൈ.